നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉദയനക്കുറിപ്പിൻ്റെ ഒരു കഥ തന്നെ പറയാൻ തുടങ്ങുകയാണ്. വടക്കൻപാട്ടിലെ അദ്ദേഹത്തിൻ്റെ ആ വീരകഥകൾ എനിക്ക് പറഞ്ഞിട്ടും മതിയാകുന്നില്ല. പിന്നെയും എനിക്കറിയാവുന്ന കഥകൾ ഓർമ്മയിൽ വരികയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉദയനനെ ഈ രാജാക്കന്മാരോടൊക്കെ വളരെ ഭക്തിയും ബഹുമാനമുണ്ട്. ഉദയനനെ ബഹുമാനിക്കുന്നവരെ ഉദയൻ തിരിച്ചങ്ങോട്ടും ബഹുമാനിക്കും, സഹായിക്കും, വേണ്ട സഹായങ്ങളൊക്കെ പറ്റുന്നതൊക്കെ ചെയ്യും. ശക്തി കരുത്തുള്ള ആളാണല്ലോ. പടക്കുറുപ്പാണല്ലോ തച്ചോളി മേപ്പയിൽ മാണിക്യത്ത് ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഉദയനക്കുറുപ്പ് ഒരു ദിവസം അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ബഹുമാനം തോന്നുന്ന ഒരു രാജാവാണ് കുറ്റിപ്പുറത്ത് തമ്പുരാൻ. കുറ്റിപ്പുറം ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യത്ത് പക്ഷേ നല്ല സമ്പൽ സമൃദ്ധമായതാണ്. ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ, ഏലം, കുരുമുളക്, ഇഞ്ചി, അങ്ങനെയൊക്കെയുള്ള ധാരാളം കൃഷി നടത്തുന്നവർ, നെൽകൃഷി നടത്തുന്നവർ, അങ്ങനെയായിട്ട് എല്ലാവരും കർഷകരാണെങ്കിലും വളരെ സമാധാനമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെയാണ് ഈ കുടകുമല വാഴുന്ന കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു പടനായകൻ. കുടകുമല അദ്ദേഹത്തിൻ്റെ പ്രത്യേകമാണ്. അത് രാജാവിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് കുടകുമല. അപ്പോൾ അവിടം ഭരിക്കാനായിട്ടും കൃഷിയൊക്കെ നോക്കാനായിട്ടും എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് കുടകുമല ഈ കുഞ്ഞിക്കണ്ണനെയാണ്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ ഒരു കരാർ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറ്റിപ്പുറത്ത് തമ്പുരാനും കുടകുമല കുഞ്ഞിക്കണ്ണനും തമ്മിലുള്ള കരാർ ഓരോ ആണ്ടിലും ഇത്ര രൂപ, ഇത്ര നെല്ല്, ഇത്ര ഒരളവ് കുരുമുളക്, ഏലം, ഇതൊക്കെ പാട്ടമായിട്ട് കൊടുക്കണം. ഒന്നുകിൽ ഈ വിഭവങ്ങൾ രാജകൊട്ടാരത്തിൽ എത്തിക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ വില കണക്കാക്കി മറ്റാർക്ക് വിറ്റാലും വിരോധമില്ല, അതിനുള്ള പണം കൊണ്ടു കൊടുക്കണം. അങ്ങനെ പല സ്ഥലങ്ങളും പല കാര്യസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ കൃഷി ചെയ്ത് വിളവെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നികുതി എന്നാണ് പറയുക, അല്ലെങ്കിൽ കപ്പം കൊടുക്കുക എന്നാണ് അന്നത്തെ ഭാഷ. രാജാവിന് കപ്പം കൊടുക്കുക, അതാണ് രാജാവിൻ്റെ ധനം എന്ന് പറയുന്നത്. ഈ കുടകുമല വാഴുന്ന കുഞ്ഞിക്കണ്ണൻ അവിടെ നല്ല വിളവൊക്കെ ഉണ്ട്, ധാരാളം കൃഷിക്കാരുണ്ട്, കുരുമുളക് വിളയുന്നുണ്ട്, ഏലം വിളയുന്നുണ്ട്, ഇഞ്ചി, ചുക്ക്, മഞ്ഞൾ, കാപ്പി അതൊക്കെ വിളയുന്നുണ്ട്, ധാരാളം നെൽകൃഷിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും കപ്പം രാജാവിന് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ കൈതേരി അമ്പുനായർ എന്ന് പറയണ ഒരു കാര്യസ്ഥനെ വിട്ടിട്ട് ആദ്യം ഒരിക്കൽ ദൂതന്മാരൊക്കെ ആയിട്ട് കുടകുമല കുഞ്ഞിക്കണ്ണനെ ചെന്ന് കണ്ട് പറഞ്ഞു, രാജാവിന് കപ്പൊന്നും വന്നില്ലല്ലോ, കപ്പം കിട്ടാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ, രാജ്യത്തിൻ്റെ സമൃദ്ധി അതല്ലേ എന്ന് നല്ല വിധത്തിൽ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ഇല്ല, ഞാൻ തരുന്നില്ല, ഞാൻ പണിയെടുക്കുന്നു, എൻ്റെ ആളുകൾ പണിയെടുക്കുന്നു, വിഭവങ്ങൾ ഉണ്ടാക്കുന്നു, രാജാവിന് എന്തിനാ കപ്പം കൊടുക്കണം, ഞാൻ കപ്പൊന്നും തരില്ല. അപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ വേറെ 2 ജോനകരെ ചെന്നാൽ നാട്ടിൽ പ്രമാണിമാരായിട്ടുള്ള 2 പേരെ പറഞ്ഞയച്ചു. ഒരു സന്ധി സംഭാഷണത്തിന് കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് പോകാൻ. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുടകുമല വാഴുന്ന കുഞ്ഞിക്കണ്ണൻ ചെയ്ത കാര്യം എന്താണെന്ന് പറയുമ്പോൾ 2 പേരെ കൊന്നു കളഞ്ഞു. ദൂതന്മാരെ കൊല്ലുന്നതേ ശരിയല്ല. അങ്ങനെയായിട്ട് കുഞ്ഞിക്കണ്ണൻ ഇവരെ കൊന്നുകളഞ്ഞു. ആ വിവരം രാജകൊട്ടാരത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയത്. അതിനേക്കാൾ കരുത്തരായിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് വേറെ 2 പേര് തയ്യാറായി വന്നു. അവരും പടയും കോപ്പും സന്നാഹങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുടകുമല കയറി കുഞ്ഞിക്കണ്ണനെ കണ്ടു കഴിഞ്ഞിട്ട് കപ്പം തരാത്തത് എന്താണെന്ന് തമ്പുരാൻ ചോദിച്ചു. തമ്പുരാന് കൊടുക്കാനുള്ള കപ്പം ഞങ്ങളുടെ കയ്യിൽ തരണം, ഞങ്ങളത് പിരിക്കാനായിട്ടാണ് കൊണ്ടുപോകാൻ, അത് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനെന്ന് പറഞ്ഞു. അത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും, ഞാൻ കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് കുഞ്ഞിക്കണ്ണൻ അവരെയും വധിച്ചു കളഞ്ഞു. 2 തവണ കപ്പം പിരിക്കാനായിട്ട് പോയവരേക്കും ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. ഇനിയിപ്പോൾ ആരെയാണ് നമുക്ക് കുടകുമല വാഴുന്ന കുഞ്ഞിക്കണ്ണനോട് എതിരിടാൻ പറ്റിയത് ആരാളുള്ളത്? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥന്മാർ പറഞ്ഞു, മറ്റുള്ളവർ തച്ചോളി മേപ്പയിലെ മാണിക്യത്ത് ഒരു ഉദയനക്കുറുപ്പുണ്ട്. അദ്ദേഹം വാൾപ്പയറ്റ് പഠിച്ചിട്ടുള്ള ആളാണ്, കത്തി പ്രയോഗിക്കുന്നതും പഠിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും കൂടാതെ പല ചെപ്പിടി വിദ്യകളും അറിയുന്ന ആളാണ്.
18 കളരിക്ക് ആശാനാണ്, കുഞ്ഞിയത്ത് അംഗം ജയിച്ച ആളാണ്. ഇങ്ങനെ ഉദയനനെ പറ്റി ഒരുപാട് പറയാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉദയനനെ വരുത്തുക? അങ്ങ് വിളിച്ച ഓല വാറോല വിട്ടാൽ ഉദയനൻ ഇവിടെ വരും, അപ്പം കാര്യം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ തച്ചോളി മേപ്പയിലേക്ക് തമ്പുരാൻ്റെ കുറ്റി തമ്പുരാൻ്റെ ഒരു വാറോലയും കൊണ്ട് ഒരു ജോനകൻ തന്നെ പോയി. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ അവിടെ ചെന്നപ്പോൾ കുഞ്ഞിച്ചീരുവാണ് ഉമ്മർത്തിരിക്കണേ, ഉദയനെ കണ്ടില്ല. കുഞ്ഞിച്ചീരുവിൻ്റെ കയ്യിൽ വാറോല കൊടുത്തു. അകത്ത് മയങ്ങുന്ന ഉദയനന് വാറോല കൊണ്ടു കൊടുത്തു. വേഗം ഉദയനൻ എണീറ്റ് വരുമ്പോഴേക്ക് കുഞ്ഞിച്ചീരു ഈ വന്ന ജോനകനെ അവലും പഴമൊക്കെ കൊടുത്ത് സൽക്കരിക്കുകയൊക്കെ ചെയ്തു. ഉദയനൻ വന്നു, എന്തിനാ എന്നെ വിളിപ്പിക്കണേ തമ്പുരാൻ, എന്നോട് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഈ കുടകുമല കുഞ്ഞിക്കണ്ണൻ കപ്പമൊന്നും തരാത്തത് ചോദിക്കാൻ പോകാനായിട്ട്, ആ കപ്പം പിരിച്ചു കൊണ്ടുവരാൻ പറയാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കുഞ്ഞിച്ചിരി പറഞ്ഞു, അയ്യോ, കുടകുമല കയറി കുഞ്ഞിക്കണ്ണനുമായിട്ട് ഏറ്റുമുട്ടിയവരാരും തന്നില്ലം കണ്ട് മരിച്ചിട്ടില്ലല്ലോ, അയ്യോ എൻ്റെ കുറിപ്പ് ഇനി പാവഴിയാണോ പോണേ എന്ന് വിചാരിച്ചു. കുഞ്ഞിച്ചിരി ഇതിന് കുറച്ച് ഞാൻ പോയി വരട്ടെ, തമ്പുരാൻ്റെ അടുത്ത് പോയി വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് തമ്പുരാൻ്റെ അടുത്തേക്ക് പോയി. തമ്പുരാൻ്റെ അടുത്ത് പോയപ്പോൾ തമ്പുരാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 തവണ വിട്ടവരെയും അയാൾ കൊന്നു കളഞ്ഞു. 3 വർഷമായിട്ട് യാതൊരു വിധ കപ്പവും തരുന്നില്ല. പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഉദയന കപ്പം കിട്ടൂല്ലേ എന്ന് നമുക്കറിയണേ, അത് കിട്ടാതിരുന്നാലേ ഇങ്ങനെ ഓരോരുത്തരും തുടങ്ങി എന്ത് ചെയ്യും. അപ്പോൾ അങ്ങ് സമാധാനിക്കും തമ്പുരാനെ, ഞാനൊന്ന് പോയി നോക്കാം, കപ്പം കൊണ്ടേ ഞാൻ വരുള്ളൂ എന്നും പറഞ്ഞ് ഉദയനൻ പോകാൻ തയ്യാറായിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ വന്ന് കുഞ്ഞിച്ചീരുവിൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ പോവുകയാണ്, കുടകുമല കയറാൻ പോവുകയാണ്, കുഞ്ഞിക്കണ്ണനോട് ചെന്ന് കപ്പം മേടിക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ കുഞ്ഞിച്ചീരുവിന് വലിയ സങ്കടമായി. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ, എന്തായാലും പാല് കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് പാല് കാച്ചി പഞ്ചസാര ഇട്ട് ആറ്റി പാകത്തിനാക്കി കൊടുത്തു. പാല് കുടിച്ചു. പിന്നെ പലഹാരം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിക്കാൻ നിന്നില്ല, ഉദയനൻ പോവുകയും ചെയ്തു. ഉദയനൻ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ വേറെ കൂട്ടാളികളൊക്കെ ഉണ്ട്, എന്നാലും അവരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഉദയനൻ നേരെ അങ്ങോട്ട് കുഞ്ഞിക്കണ്ണൻ്റെ അടുത്ത് ചെന്നു. കുഞ്ഞിക്കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട്, തച്ചോളി മേപ്പയിൽ കുഞ്ഞോദയന, വലിയ ലോഹിയായിട്ട് കുടകുമല കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു, എന്താ മേപ്പയിലെ കുഞ്ഞോദയനാണല്ലോ, എന്താ വന്നേ ഇവിടെ, വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സൽക്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ സൽക്കാരമൊക്കെ സ്വീകരിച്ചു, എനിക്ക് ഇത്രയൊക്കെ മതി, ഞാൻ വന്നത് കുറ്റിപ്പുറം തമ്പുരാന് കുഞ്ഞിക്കണ്ണൻ കൊടുക്കാനുള്ള കപ്പം മേടിച്ചു കൊണ്ടുപോകാനാണ്. ഒട്ടനെ കുഞ്ഞിക്കണ്ണൻ്റെ മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറി. കപ്പം ഞാനൊട്ടും തരികയില്ല, കുറ്റിപ്പുറം വാഴും തമ്പുരാന്. ഈ കുറ്റിപ്പുറം തമ്പുരാന് ഞാൻ ഒരിക്കലും കപ്പം തരാൻ പോകുന്നില്ല. കാരണം 3 കൊല്ലമായിട്ട് ഞാൻ കപ്പം കൊടുത്തിട്ടില്ല ഇതുവരെ. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, കപ്പം കൊടുക്കണമല്ലോ, അതല്ലേ നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എന്ന് പറയല്ല. ലോഹ്യം കളിയും ചിരിയും കാര്യം പറയലൊക്കെ കഴിഞ്ഞു. അങ്ങും പറഞ്ഞു ഉദയനൻ കുഞ്ഞിക്കണ്ണനെ തട്ടി മറച്ചങ്ങോട്ട് നെഞ്ചത്ത് കയറിയിരുന്നിട്ട് ഉറുമിവാൾ ഇങ്ങോട്ട് വലിച്ചു ഊരി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിക്കണ്ണൻ പഠിച്ചു, ഉദയനാ ചെയ്യല്ലേ, കടുങ്കൈയൊന്നും നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കടുങ്കൈയൊന്നും ഞാൻ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ കപ്പം തന്നു വിടണം, ഞാൻ കപ്പം കൊണ്ട് ചെല്ലാന്ന് തമ്പുരാനോട് പറഞ്ഞിട്ടാണ് പോന്നേക്കണേ എന്ന് പറഞ്ഞു. ആ മരണം ഇല്ല. അപ്പം കുഞ്ഞിക്കണ്ണൻ അതിനെന്തെങ്കിലും തടസ്സം പറയുകയാണെങ്കിൽ കുടകുമല വാഴുന്ന കുഞ്ഞിക്കണ്ണൻ്റെ കഴുത്ത് ഉദയനക്കുറുപ്പ് വെട്ടി മാറ്റിയത് തന്നെ. ഉടൻ തന്നെ പേടിച്ചിട്ട് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഈ കുടകുമല വാഴുന്ന കുഞ്ഞിക്കണ്ണൻ, ഉദയനക്കുറുപ്പേ മേപ്പയിൽ കുഞ്ഞോദയന, ഓമന കുഞ്ഞോദയന, കപ്പം ഞാനിപ്പോൾ തന്നു വിടാം, ഞാനിപ്പം തന്നെ കപ്പം തന്നു വിടാം, എന്നെ കൊല്ലാതെ വിടുന്നു. ശരി എനിക്ക് തന്നെ കൊല്ലണമെന്നൊന്നുമില്ല, സൗഹൃദമായിട്ടിരിക്കണം. കുറ്റിപ്പുറം തമ്പുരാനുമായിട്ട് സൗഹൃദമായിട്ടിരുന്ന് കൃത്യമായിട്ട് കപ്പം കൊടുക്കുകയും അദ്ദേഹത്തിന് കാഴ്ചകൾ കൊണ്ടു കൊടുക്കുകയും സൗഹൃദമായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു എതിരിനും വരില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്ത് നിന്ന് എഴുന്നേറ്റ് അതിനുശേഷം 2 ആളും അങ്ങും ഇങ്ങ് കൈ കൊടുത്ത് സന്തോഷിച്ചു. 3 വർഷമായിട്ട് കൊടുക്കാതിരുന്ന കപ്പം മുഴുവനും കുറ്റിപ്പുറത്ത് തമ്പുരാനെ പടയാളികളെ കൊണ്ട് ചുമടിപ്പിച്ച് കഴുതപ്പുറത്ത് കയറ്റി ചാക്ക് ഇതായിട്ട്, ആനത്തലയോളം പൊന്നുണ്ടല്ലോ വീരാളി
പാട്ടും വേറെയുണ്ട്. അങ്ങനെ ഇതൊക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ ആയിട്ട് കുറ്റിപ്പുറം കോവിലകത്ത് ചെന്ന് കുറ്റിപ്പുറം കോവിലകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം വാഴും തമ്പുരാനേ, ഈ രാജ്യം വാഴുന്ന തമ്പുരാനേ, കുടകുമല കുഞ്ഞിക്കണ്ണൻ്റെ അടുത്ത് കുഞ്ഞിക്കണ്ണൻ്റെ അടുത്ത് ഞാൻ പോയി കപ്പം ചോദിച്ചു. കപ്പമെല്ലാം വാങ്ങിച്ചു. അങ്ങ് എണ്ണി നോക്കി തിട്ടപ്പെടുത്തി എടുത്തോളൂ എന്ന് പറഞ്ഞ് മുൻപിൽ കാഴ്ച വയ്ക്കുകയും ചെയ്തു. തമ്പുരാന് വലിയ സന്തോഷമാവാണ്ടിരിക്കും. 3 വർഷമായിട്ട് കിട്ടാത്ത കപ്പല്ലേ ഉദയനൻ പോയി മേടിച്ചുകൊണ്ട് വന്നേക്കണേ. ഉദയനന് സമ്മാനം പ്രത്യേകമായിട്ട് കൊടുത്തു. 1000 പൊൻപവൻ, 2 സ്വർണ്ണവള. ഇതാണ് ഉദയനന് കൊടുത്ത സമ്മാനം. ഉദയനൻ വളരെ സന്തോഷത്തോടെ സൽക്കരിച്ചു. ആ 1000 പൊൻപണം വാങ്ങി, 2 സ്വർണ്ണവളയും വാങ്ങി പോകുന്ന വഴിക്ക് കാവിലും ചാത്തോത്ത് ചീരുവിൻ്റെ ഭാര്യ വീടാണ് കാവിലും ചാത്തോത്ത്. ചീരു അവിടെയാണ്. വേഗം കാവിൽ ചാത്തോത്ത് ചീരു ഉദയനക്കുറിപ്പ് വന്നിട്ടേ ഞാൻ മേപ്പയിലേക്ക് പോവുള്ളൂ എന്നും പറഞ്ഞ് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് ചീരുവിനെ വിളിച്ചിട്ട്, ഒന്നിങ്ങു വന്നാളേ ചീരുവമ്മേ, നീ ഒന്നിങ്ങോട്ട് വാ, എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം 1000 പൊൻപണം കയ്യിൽ കൊടുത്തു. അവിടെ നിന്ന് തമ്പുരാൻ കൊടുത്ത 1000 പൊൻപണം ചീരുവമ്മയുടെ കയ്യിൽ കൊടുത്തു. കൂടാതെ സ്വർണ്ണവള 2 കയ്യിലിട്ടു. സ്വർണ്ണവള 2 ചീരുവിൻ്റെ കയ്യിലിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് തച്ചോളി മാണിക്യത്തെ കുഞ്ഞോദയനനും കുടകുമാല വാഴുന്ന കുഞ്ഞിക്കണ്ണനും തമ്മിൽ സൗഹൃദമായി. കുറ്റിപ്പുറത്ത് തമ്പുരാൻ്റെ 3 വർഷമായി കിട്ടാത്ത കപ്പം മുഴുവൻ മേടിച്ച് സൗഹൃദത്തിലൂടെ ചെന്ന് കണ്ട് മേടിച്ച് തമ്പുരാനെ കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഉദയനനും കുഞ്ഞിക്കണ്ണനും തമ്മിലുള്ള കഥ. ഈ കഥ ഇവിടെ നിൽക്കുകയാണ്. ഓരോരോ സമുദായ ദ്രോഹികളായിട്ടുള്ളവരെ ഉദയനക്കുറിപ്പ് ഒതുക്കുന്നതായിട്ടുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെ വീരകഥകൾ. ഇനിയും കഥകൾ ഒരുപാടുണ്ട്. കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇതിനു മുമ്പ് ഉദയനക്കുറിപ്പിൻ്റെ കഥ? ഇനിയും ഉണ്ട് കഥകൾ, എത്രയാ കഥകൾ. എനിക്കിങ്ങനെ ഓർമ്മയിൽ വരുന്നത് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഈ കഥകളൊന്ന് കേൾക്കൂ, ഒരു പ്രാവശ്യം കേൾക്കൂ. കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കേൾക്കാൻ പറയൂ, കഥ കേൾക്കാൻ പറയൂ. അപ്പോൾ എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.